എക്സലന്റ്. ഓക്കെ, മുതലായി, കാശ് കൊടുത്ത് മുതലായി ടിക്കറ്റ്. വെരി ഗുഡ്. ഡിക്യുവിന്റെ ഒക്കെ ഒരു ഇന്റർവ്യൂ വന്നത്. ഇനിയിപ്പോ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമായിരിക്കും. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും പടം കിടക്കിയുണ്ട്. ചാത്തന്മാർ വരുമെന്ന് പറഞ്ഞാണ് നിർത്തിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ സീരീസുകൾ ഇറങ്ങാനുള്ള എല്ലാ സംഭവവും നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും ഗംഭീര ഒരു പടം. നസ്രീനും കല്യാണ പ്രിയദർശിനിയാണ് മെയിനായിട്ടും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും അതൊക്കെ കാണാനുണ്ട്. നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. സീരീസ് ആവാൻ മിക്കവാറും വഴിയുണ്ട്. എല്ലാ വഴിയും കാണുന്നുണ്ട്. കാരണം ഇതിൽ പല റോളുണ്ട് ഞാൻ പറഞ്ഞില്ല. അത് ഇനിയിപ്പോൾ ക്ലൈമാക്സ് നിർത്തിക്കുന്നത് ചാത്തന്മാർ വരുമെന്ന് പറഞ്ഞാണ് നിർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊരു സീരിയസ് ഭാഗങ്ങൾ ഇനി ഇറങ്ങാനുള്ള സാധ്യത എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, കല്യാണയുടെ അടിപൊളിയായിരുന്നു. ആക്ടിങ് ഒക്കെ കുറച്ച് ഹീറോസ് ഉണ്ട്, സ്പോയിലാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വന്ന് കാണണം പടം. അടിപൊളി പടം. നോക്കി പുള്ളി പടം ഒരു രക്ഷയില്ല. വരെ കാണാത്തൊരു പടം. ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല കേട്ടോ. ബാക്കിയുള്ള പടം പോലല്ല. നല്ല ബഡ്ജറ്റ് ഇറക്കി ചെയ്തുള്ള പടം. നല്ല ക്വാളിറ്റി. നല്ല ക്വാളിറ്റി. ഈ മലയാളം ഇൻഡസ്ട്രി നോക്കുമ്പോൾ ഈ ത്രില്ലർ മിസ്റ്ററി ഈ ഒരു ജോണർ തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മീൻസ് ഇങ്ങനത്തെ ഒരു ജോണർ മലയാളം മൂവീസിലേക്ക് വരുമ്പോൾ? ശരിയാണ്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം തോന്നുന്നു. ഇതൊരു തുടക്കമാവട്ടെ. ഇത് തുടക്കം എന്നല്ല, ഇത് ഒരു ചരിത്ര സൃഷ്ടിക്കും. ഒരു സൂപ്പർ ഹീറോയില് ഉപരി ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വന്നെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ കൂടുതൽ ഓഡിയൻസിനെ ആകർഷിക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ശരിയാണ്, ഞാനത് ആലോചിച്ചു. പക്ഷേ ഇത് ഉറപ്പായിട്ടും ഓഡിയൻസിനെ ആകർഷിക്കുന്നതല്ലേ ഞാൻ പറയുന്നത്. കാരണം ഒരു മെയിൽ ഫീമെയിൽ എന്നുള്ളൊരു ഇത് വരുത്താത്ത രീതിയിലാണ് കല്യാണം ചെയ്തേക്കുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സൗണ്ട് ക്വാളിറ്റി ഉറപ്പായിട്ടും വേറെ ലെവലാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ്. നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളത്. അതായത് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത ശരിക്കും പുറത്ത് കാണിക്കുന്നത് അതിൻ്റെ മ്യൂസിക്കോ അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയോ എടുത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ അതിലേക്ക് ഇൻവോൾവ് ആയിരിക്കുമ്പോഴാണ് ആ രീതിയിൽ ഈ സിനിമ വിജയിച്ചത്. സ്വയം ഒരു മാസം ഫീൽ ചെയ്തോ? അടിപൊളിയാണ്. എക്സിറ്റ് ചെയ്താൽ മതി. പിന്നെ ഓൺലൈൻ റിവ്യൂസ് പോസ്റ്റ് ചെയ്യുന്നവർക്ക് പ്ലീസ് അവോയ്ഡ് സ്പോയിലേഴ്സ്. എല്ലാ പ്രേക്ഷകർക്കും ഒരേപോലെ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ സിനിമ. ഇപ്പോൾ പടം ബാക്കി ഇനി പാർട്സ് ഒക്കെ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? അതിന്റെ ടൈം ലൈൻ ഒന്നും ഇപ്പൊ പ്ലാൻ ആയിട്ടില്ല. പക്ഷേ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഒരുപാട് ഇമോഷണൽ ആണല്ലോ ഇപ്പം. എന്താ ഇവിടുത്തെ പറയാനുള്ളത്? ലോങ് ജേർണി ആയിരുന്നല്ലോ. ഡയറക്ടറാണത്. നിങ്ങളെ സിനിമ തോന്നുന്നു. കൂടുതലൊന്നും പറയാനുള്ളൂ. ഈ തോട്ട് കൊടുക്കണം. ഈ ഒരു അഡാപ്റ്റേഷൻ ഐ മീൻ നമ്മൾ കേട്ട് വന്ന അഡാപ്റ്റേഷൻ മീൻസ് ഈ ഒരു ക്യാരക്ടേഴ്സ് അവർ അഡാപ്റ്റ് ചെയ്യാനുള്ള തോട്ട്. പക്ഷെ അത് ഇനീഷ്യൽ പോയിന്റിലില്ലായിരുന്നു. എഴുതിയൊരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കാണ് വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെയാണ് വേൾഡ് കാണാനുള്ള പ്രേക്ഷകർക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് നമ്മൾ ഒരു ഐ തിങ്ക് ക്രിയേറ്റഡ് ന്യൂ വേൾഡ്, ഒരു പുതിയ വേൾഡിലേക്കുള്ള ഇൻവിറ്റേഷനാണ് ബേസിക്കലി ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. ഈ വേൾഡിന് ഇനീഷ്യലും എന്തൊക്കെ ഈസ്റ്റർ എഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും തിയേറ്ററിൽ തന്നെ ഒരു തിയേറ്ററിക്കൽ പടമാണ്. തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. എക്സ്ട്രീം സംഭവങ്ങളൊക്കെ അടുത്ത ഭാഗങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ടില്ല. വേറൊരു യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ ചാപ്റ്റർ 1 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ പടം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇനിയും സിനിമകൾ ഉണ്ടാവട്ടെ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതിന് ഡയറക്ടറിനും ടെക്നിക്കൽ ടീമിനുമാണ് ക്രെഡിറ്റ്. എല്ലാവരും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഡൊമിനിക്കിൻ്റെ ഒരു വിഷനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ നല്ല ക്രിയേറ്റീവ് കൊളാബറേറ്റേഴ്സിനെ കിട്ടി. അപ്പോൾ വി ആർ റിയലി ലക്കി ദാറ്റ് വി ഗോട്ട് സച്ച് എ ഗ്രേറ്റ് ടീം ടു പുൾ ദിസ് ഓഫ്. മസ്റ്റായിട്ട് കാണണം. കല്യാണി നസ്ലിൻ കോംബോ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിമിഷിന്റെ ക്യാമറ. ഓണം മസ്റ്റ് വാച്ച്. കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആക്കും.
എന്തായാലും ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരിക്കലും ഒരാളെ രക്ഷപ്പെടുത്തുന്ന അതില്ലാത്ത സിനിമയാണ് കണ്ടു നോക്കണം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മളെ ഗംഭീര വർക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. വർക്ക് ചെയ്തത് ഞങ്ങളെല്ലാവരും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അവിടെയാണ് അതിന്റെ എക്സ്പീരിയൻസ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ആസ് എ വ്യൂവർ നിങ്ങൾക്ക് എത്രത്തോളം വ്യൂവർ മാത്രമായിട്ടല്ല, നമ്മൾ അതിൽ വർക്ക് ചെയ്തത് കൊണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ടുള്ളൊരു പടമാണ്. ഇനി കാണാൻ വരുന്നവരൊക്കെ എന്താ പറയുന്നത്? പറഞ്ഞു ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോടൊക്കെ എന്താ പറയുന്നത്? എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണാൻ. കാരണം കുറേ കാര്യങ്ങളുണ്ട് അതിൽ. ഞങ്ങളുടെ കുറേ എഫേർട്ട് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഞെട്ടിത്തെറിക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് പോകരുത്, ഇരിക്കണം. അതെ, കണ്ട് കഴിഞ്ഞിട്ട് പോയാൽ മതി. ആസ് എ വ്യൂവർ നിങ്ങൾ എത്രത്തോളം ഞാനും ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് വന്നതാണ്. സാറ്റിസ്ഫൈക്ക് സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരെയും സാറ്റിസ്ഫൈക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധൈര്യമായിട്ട് സിനിമ കാണാൻ വരാനായിട്ട് ഫാമിലിയായിട്ടോ അല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ സിനിമ കാണണം, വിജയിപ്പിക്കണം എന്ന് ഭയങ്കര കാണണം. പടം കാണണം, അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. വേറൊന്നുമില്ല പറയാനായിട്ട്. അതല്ല, അത് തിയേറ്ററിൽ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് ഇരിക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ തന്നെ, ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് ഇരിക്കണം. സംഭവർക്ക് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളത്. കഷ്ടപ്പാടായിരുന്നോ? വളരെ ഈസി ആയിരുന്നോ? പക്ഷെ കണ്ടപ്പോൾ തോന്നിയില്ലോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ കളരി പഠിച്ചോണ്ടാണ് എനിക്ക് ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സൂപ്പറായിട്ടാണ്. നല്ല രീതിക്കൊക്കെ ചെയ്യാൻ പറ്റിയത്. വളരെ നന്ദിയുണ്ട്. പ്രേക്ഷകരുടെ കൂടി കണ്ടപ്പോഴേക്കും എങ്ങനെയായിരുന്നു? എന്ത് തോന്നി? എനിക്ക് എന്റെ മനസ്സറിഞ്ഞു, കണ്ണറിഞ്ഞു. സിനിമ ഇഷ്ടപ്പെട്ടോ? ആ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ, എനിക്ക് അവരെ രണ്ടുപേരും ഏറ്റവും ഇഷ്ടപ്പെട്ടെ. സൂപ്പർ ഹീറോ ഒക്കെയാണോ? ആ, നല്ല രസമുണ്ടായിരുന്നു മേഡം. ശരിക്കും ഇതൊരു നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കറിയത്തില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു പടമാണ്. അത് പോയി കാണും. സൂപ്പർ ഹീറോ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ള ഒരു പടം. പോയി കാണും, എല്ലാം കാണാൻ പോയി. അടിപൊളി സിനിമ. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ മിന്നൽ മുരളിക്ക് ശേഷം വീണ്ടും ഒരു സൂപ്പർ ഹീറോ ജോണറിൻ്റെ ഭാഗമാകാൻ പറ്റി മലയാളത്തിൽ. അത് ഭയങ്കര വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള സിനിമ. പിന്നെ ഇത്ര നല്ലൊരു ബാനർ ഇതിൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി. പിന്നെ എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതിനകത്തേക്ക് ലാൻഡ് ചെയ്യുന്നത് നമ്മളിതിനകത്ത് രണ്ടുപേര് ക്ലബ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തത്. നമ്മൾ കൽക്കിൻ്റെ ഡിസൈനർ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടിങ് ഡിസൈനറായിട്ടുണ്ടായിരുന്നു സൂപ്പർ ഹീറോ ജോണർ ചെയ്യാൻ. പിന്നെ എൻ്റെ ഇതൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഈവൻ അതിൻ്റെ നിങ്ങൾ കണ്ടിട്ടുള്ള വിഷ്വൽസിനകത്ത് വരുന്ന എല്ലാ വേരിയേഷൻസും നമ്മൾ ഈ കോസ്റ്റ്യൂംസിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ഇച്ചിരി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. ദെൻ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. വളരെ 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 ഹാപ്പിയാണ്. ഭയങ്കര സന്തോഷമാണ്. ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കാണുമ്പോഴും നമ്മളോടൊക്കെ വന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഫീൽ അറിയാമല്ലോ. ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അതെ, ഞങ്ങളിപ്പോൾ ക്രൂവിൻ്റെ കണ്ടപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി പോലെ കഴിഞ്ഞ 2 വർഷമായിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പം ആക്ടേഴ്സ് ആണെങ്കിലും നമ്മുടെ ടെക്നീഷ്യൻസ് ആണെങ്കിലും അങ്ങനെ വേർതിരിവ് ഒരു ഹൈറാർക്കിഷോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫാമിലിയായിട്ട് വർക്ക് ചെയ്തത്. ഞങ്ങളെല്ലാം ഹാപ്പിയാണ് ഞങ്ങൾ ചെയ്ത പ്രൊഡക്റ്റിൽ. ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. ഇതൊരു മലയാളത്തിൽ വരാത്തൊരു ജോണറാണ്. അല്ല, വന്നിട്ടുള്ള ജോണർ വന്നിട്ടുള്ള കഥ വന്നിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ചേട്ടനൊന്ന് കാണും, എന്തായാലും കാണും. നമ്മൾ ക്രൂ മാത്രമല്ലല്ലോ, ജനങ്ങളൊന്ന് കാണണമെന്നുള്ളൊരു റിക്വസ്റ്റ് നിങ്ങളുടെ ഈ ചാനലിലൂടെ ഞാൻ അറിയിക്കും. താങ്ക് യു സോ മച്ച്. നല്ല ആക്ഷനും നിങ്ങൾ അതിന് കണ്ടോ? കണ്ടല്ലോ. ഞാൻ എന്താ പറയണ്ടേ? അതെ, ഞാനും അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിട്ട് എനിക്ക് അതിൽ ഹൈ ആണ്. ഞാൻ ഇന്നലെ ഇത്രയും ഒരു സ്ക്രീൻ പ്രസൻസ് എനിക്ക് മലയാളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്നത്. സോ ഗ്രേറ്റ്, ഹാപ്പി. സൂപ്പറായിരുന്നു. നല്ല 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 കൊറിയോഗ്രാഫി കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മുടെ പെട്ടെന്ന് തീർന്നത്. നമുക്കങ്ങനെ ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. വെയിറ്റിനൊന്നും എക്സ്ട്രാ ടൈമൊന്നും എടുത്തില്ല. ബ്രില്യൻറ്റ്. അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത് ഇത്ര എക്സ്ട്രീം ഒരു ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര ഹൈ ആക്കത്തില്ല, ഇമാജിൻ ചെയ്തില്ല. പക്ഷേ ഞാൻ ഡബ് ഇതിനകത്ത് വേറെ റോൾസിന് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കുറേയൊക്കെ കണ്ടിരുന്നു പടം. പക്ഷേ ഔട്ട് ഈസ് എക്സെപ്ഷൻ.
ഒരു വേറെ ലീഗിലാണ് വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഇവരെല്ലാം ക്യാമറ ടീമാണ്. ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ വർക്ക് അവർ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് അവിടെ കാണുന്നു. എങ്ങനെയാണ് പടങ്ങളുടെ എക്സ്പീരിയൻസ്? പടം പൊളിയല്ലേ, ഇതില് അപ്പുറം എനിക്കൊന്നും അറിയില്ല. പോയി കാണും, എന്തായാലും പോയി കാണും. അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചന്ദ്രയുടെ കല്യാണിയുടെ കൂടെ, കല്യാണിയുടെ ഫ്രണ്ടായിട്ടാണ്. ബാക്കി നിങ്ങൾ എല്ലാവരും പോയി കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അല്ല ഒളിച്ചിരിക്കുമല്ല, മോഡസ്റ്റിയാ, എളിമയാ. ബട്ട് കാസ്റ്റിംഗ് ഡയറക്ടർ, ഹീസ് ദ വൺ എന്നെ പിക്ക് ചെയ്തത്. സോ ബിഗ് താങ്ക്സ് ടു ഹിം ആൻഡ് ഡൊമിനിക് അരുൺ. നല്ല ടീമാണ്. പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. സോ പോയി കാണും, എല്ലാവരും പോയി കാണണം. കാണില്ലേ? ഉറപ്പായിട്ടും നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളത്ര ഹൈ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഞാനൊരു ഹൈയിലായിരിക്കും. ആ സമയത്ത് തോന്നിയിരുന്നു ഇത്ര എക്സ്ട്രീം ഒരു ഔട്ട്പുട്ട് ഇതിനെ കാണാൻ പറ്റുമെന്നുള്ളത്. ഒരു ബ്രില്യൻ വർക്കാണ് എനിക്കറിയാം. പക്ഷെ അത് നൈസായിട്ട് ലോഞ്ച്, കറക്റ്റ് ലോഞ്ച് ആയിരുന്നു. ഇത്ര ഞെട്ടിത്തെറിക്കുന്നു പ്രതീക്ഷിച്ചില്ലല്ലേ? നല്ല ലോഞ്ച് ആയിരുന്നു. ഐ വാസ് സ്റ്റണ്ട്. എനിക്ക് ഡൊമിനിക് അരുണിക്ക് ഓണസ്റ്റ് ബിഗ് താങ്ക് യു. എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഹീ സ്റ്റാൻഡിങ് ദെയർ. എൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ മൂവിയാണ്. താങ്ക് യു ഗോഡ്.